ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ ഉള്ളത് ജോയലിന്റെ കൂടെയാണ്. നമ്മൾ പടം കണ്ടിറങ്ങി. Why don't you like that name? It's kind of like Joel Thomas Jason, and you have to say it like Joel Thomas Jason. Okay, so നമ്മളിവിടെ ഉള്ളത് ജോയൽ Sorry, ജേസൺ തോമസിന്റെ കൂടെയാണ്. I'm a narcissist, so I like it. Okay, so നമ്മളപ്പോൾ ഇവിടെ ഒരു സിനിമ കണ്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഏത് പടമാണ് കാണാൻ പോയത്? ഗുരുവായൂർ അമ്പലം നെട്ടയിൽ. അപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിറങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ, തേർഡ് ഷോ എന്നാലും ഫസ്റ്റ് ഡേ തന്നെ പടം കണ്ടിറങ്ങിയ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം പടത്തിനെ കുറിച്ച്? എന്നെ കാലൊരു നിലത്തടിക്കും ഞാൻ. കഥ പറഞ്ഞു അല്ല നല്ലൊരു പടം, വളരെ വളരെ നല്ല ഒരു പടമായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ലൈക്ക് റെഫറൻസുകളും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ പൃഥ്വിരാജ്, പിന്നെ ബേസിൽ ജോസഫ്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. അനശ്വര മേനോൻ, പിന്നെ മറ്റേ അനശ്വര മേനോനും പോട്ടെ, അനശ്വരനെ കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടറായിട്ട് കണ്ടു. ലൈക്ക് കുറേ കാലങ്ങൾ ഇൻ ദ സെൻസ് ലൈക്ക് എന്താ പറയുക, തണ്ണീർമത്തൻ ദിനങ്ങളിൽ അനശ്വര നൈസായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ പടങ്ങളൊന്നും എനിക്ക് അനശ്വരനെ വലിയ കാര്യം ഇഷ്ടപ്പെട്ടില്ല. ഈവൻ നേരിൽ വരും എനിക്കെന്തോ ലൈക്ക് എവിടെയോ എനിക്ക് അത്ര പിടിച്ചില്ല. ബട്ട് ഈ പടം വാസ് നൈസ്. പ്രത്യേകിച്ച് അധികമൊന്നും ചെയ്യാനില്ല, പക്ഷെ ഉള്ളത് വൃത്തിക്ക് ചെയ്തിട്ട് പോലെയുണ്ട്. പിന്നെ വിമലയുടെ ക്യാരക്ടറും അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ പൃഥ്വിരാജിനും ടീംസിനും ഒക്കെയാണ്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഇച്ചിരി ഓവറാണ്, പക്ഷേ ആ ഓവറായത് നൈസായിരുന്നു. സാധാരണ പൃഥ്വിരാജിന്റെ കോമഡി ടൈമിൽ കുറച്ച് ഓവർ ആകുമ്പോൾ ലീം ഉണ്ടാവാറില്ല, പക്ഷെ ഇത് നൈസായിരുന്നു. ഇത് ഈ ക്യാരക്ടർ ഇത്തിരി ഓവർ ആവണം. പിന്നെ പൃഥ്വിരാജ് പോകുന്ന ചില രീതികളൊക്കെ ഉണ്ട്. ലൈക്ക് ഹി ഈസ് ഗോയിങ് ത്രൂ എ ചേഞ്ച് വെൻ ഇൻ ദിസ് മൂവി ഫ്രം ദി സ്റ്റാർട്ട്. ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ നൈസായിരുന്നു. പിന്നെ ചില ആൾക്കാരോട് നമ്മൾ ആദ്യം ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. ലൈക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്കവരെ. അതിന് വലിയ റീസൺ ഒന്നും വേണ്ട. അതുപോലെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഇഷ്ടം പൃഥ്വിരാജിന് മറ്റവനോടുണ്ട്, ബേസിലിനോട്. അത് ലൈക്ക് ഓക്കെ, അതങ്ങനെ ആ ഒരു രീതിയിൽ ജസ്റ്റിഫൈ ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ സീനൊന്നുമില്ല. ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ കുറേ റെഫറൻസസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ വാസ് റിയലി നൈസ്, കല്യാണം വാസ് നൈസ്, ആൻഡ് എവറിത്തിങ് വാസ് നൈസ്. സോ ഓവറോൾ താങ്കളപ്പോൾ സിനിമയെ എത്രോളം റേറ്റ് ചെയ്യുന്നു? ഓവറോൾ റേറ്റ് ചെയ്യാൻ പറഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. ഒരു കല്യാണ മൂവി ഇൻ ദ സെൻസ് ലൈക്ക് നല്ലൊരു കല്യാണ മൂവി കണ്ടിറങ്ങാം. ലൈക്ക് പോവുക, കാണുക, ചിരിക്കുക, വരിക. നത്തിങ് മോർ നത്തിങ് ലെസ്. കൂടുതൽ ചിന്തിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ പോയി കാണുക, വരിക, ചിരിക്കുക. എന്നാലും ഒരു കല്യാണ മൂവി എന്ന നിലയിൽ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലവാരം, അങ്ങനെ ഒരു രീതിയിൽ താങ്കൾ എന്തോരം രീതിയിൽ അതിനെ റേറ്റ് ചെയ്യും? ഒരു കാണാത്തൊരു വ്യക്തിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു തിയേറ്ററിൽ പോയി കാണണം, OTT പോയി കാണണം. ഓക്കെ, തിയേറ്റർ വാച്ച് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന വിടുന്നില്ല, പക്ഷെ തിയേറ്ററിൽ പോയി കണ്ട ഒരു മാസ് ഓഡിയൻസിന്റെ കൂടെ ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇന്ന് നമുക്ക് കിട്ടിയ ഫീൽ, ആ ഫീല് രസമാണ്. പക്ഷെ ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി കാണണ്ട, OTT കണ്ടാൽ മതി എന്ന് വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു മൂവിയാണ്. പക്ഷെ തിയേറ്റർ വാച്ച് അങ്ങനെ ഇപ്പോൾ പ്രേമലു അങ്ങനത്തെ ഒരു ചിരിക്കാൻ പറ്റിയ സിനിമയാണെങ്കിലും തിയേറ്റർ വാച്ച് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. പക്ഷെ ഇതങ്ങനെ തിയേറ്ററിൽ പോയി തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു ഫ്ലോ ഇട്ടുള്ളതൊന്നുമില്ല. OTT കണ്ടാലും മതി, പക്ഷെ തിയേറ്റർ കണ്ടാൽ നീ ശരി. ഓക്കെ, താങ്കൾക്ക് അഡീഷണലി എന്തെങ്കിലും പടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടോ? ക്രിട്ടിസൈസ് ചെയ്യാൻ ഡയറക്ഷൻ ഒന്നും നൈസ് അല്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ നൈസായിരുന്നു. ഓക്കെ, പിന്നെന്താ വേറെ അങ്ങനെ പറയാം. ചില ക്യാരക്ടേഴ്സൊക്കെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ക്ലൈമാക്സിനോട് അടുത്തവർ ഹൈപ്പിട്ട് സസ്പെൻസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ നമുക്ക് ഏറെക്കുറെ കത്തുമെങ്കിലും അതിപ്പോൾ എങ്ങനെയാ ഇപ്പോൾ വേറെ ചെയ്യാം. അവസാനത്തെ ഒരു ട്വിസ്റ്റ് പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലെങ്കിലും അല്ല, അതിൽ താങ്കൾക്കെതിരെ എനിക്കൊരിതുണ്ട്. കാരണം ലൈക്ക് ആർക്കെതിരെ തിരിയും, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഒരാളുടെ അഗൻസ്റ്റ് നിൽക്കുമ്പോൾ അതെങ്ങനെ സോർട്ട് ഔട്ട് വന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു പടം കണ്ടിരിക്കുമ്പോൾ, പക്ഷെ അത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പോയാലും അവസാനം രക്ഷകൻ വന്ന് രക്ഷിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതൊരു എൻ പോർഷനിലത്തെ സംഭവമാണത്.
ഞാൻ പറഞ്ഞത് ആർക്കെതിരെ തിരിയും, അല്ലെങ്കിൽ ഇവരെ ആര് തടയും എന്നൊരു കോൺസെപ്റ്റ് എപ്പോഴും ഉണ്ട്. ലൈക്ക് ഒരാൾക്ക് എതിരാണ് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്, അപ്പോൾ ഇത്രയും ആൾക്കാരെ എങ്ങനെ തടയും എന്നൊരു ഇത് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാവും. എങ്ങനെ തടയുന്നുള്ള ആ ഒരു ഇതാണ്. അതായത് കുറെ പേര് അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് അവസാനം ഒരു കോലാഹലം വരുന്നല്ലോ, അതിൽ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് എങ്ങനെ അവസാനം എത്തും, അത് നൈസാണ്. ഈ കാരണത്താൽ വേണമെങ്കിൽ ആ ഭാഗമൊക്കെ, അതായത് കുറെ ചെറിയ എലമെന്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ചിരിക്കാനും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. പക്ഷെ ഞാനങ്ങനെ തിയേറ്റർ മസ്റ്റ് വാച്ച് പറയൊന്നുമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ബസ് വരുന്നതിൻ്റെ പേരിൽ നമ്മളപ്പോൾ റിവ്യൂ നിർത്താണ്. ഓക്കെ ബൈ.